നമുക്ക് സേതുവിന്റെയും പല്ലവിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയിലാണ് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ഒരു വിശേഷം നടക്കാനായിട്ട് പോന്നെ. ഋതുവും ഇന്ദ്രനും കൂടി ഒന്നാവുകയാണ്. ഋതു കുഞ്ഞിനെ സ്നേഹിക്കാണ്ട് തുടങ്ങുകയാണ്. പ്രസവിച്ച് ഇത്രയും നാളായിട്ട് ഋതു കുഞ്ഞിനെ തിരിഞ്ഞു പോലും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഋതുവിന് കുഞ്ഞിനോട് ദേഷ്യമായിരുന്നു. പക്ഷെ ആ ദേഷ്യമൊക്കെ മാറി തന്റെ മോളാണ്, തന്റെ ഭർത്താവാണ് ഇന്ദ്രൻ എന്നുള്ള ചിന്തകളൊക്കെ ഋതുവിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല കഥകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്നാലും നമ്മൾ കണ്ടു, ഒടുവില് രാജലക്ഷ്മി പല്ലവിയുടെ കാലു വീണ് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. പല്ലവിക്കും ഭയങ്കര വിഷമായി പോയി. പല്ലവി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലല്ലോ അത്. അതിനുശേഷം അവർ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് സേതു പറഞ്ഞു, രാജലക്ഷ്മി ആന്റിക്ക് എന്താണെങ്കിലും നല്ല മാറ്റമുണ്ട്. ഒരു പക്ഷെ അവരില്ലായിരുന്നെങ്കിൽ പാറുവിന്റെ കാര്യം എന്തായി തീർന്നേനെ, നീ ഒന്ന് ആലോചിച്ച് നോക്കി. നിന്റെ അമ്മ നോക്കുന്നേക്കാളും നല്ല ഭംഗിക്കല്ലേ അവർ നോക്കിയെന്ന് ചോദിച്ചു. അത് ശരിയാ സേതു ഏട്ടാ. അവര് കുറെ തെറ്റുകളൊക്കെ എന്നോട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അവരിപ്പം ആ ഒരു തെറ്റ് ചെയ്തതിനെല്ലാം അവർ പശ്ചാത്താപിക്കുന്നുണ്ട്. കാരണം എൻ്റെ പാറുവിനോട് അവരത്ര കരുത്തിലോടും സ്നേഹത്തോടും കൂടിയിട്ടാണ് പെരുമാറുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി, അവർ ചെയ്തു പോയ തെറ്റുകളിൽ അവർക്ക് ശരിക്കും കുറ്റബോധം ഉണ്ട് താനും. അതിലവർ എന്തെങ്കിലും പ്രായച്ചിത്തം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പറഞ്ഞിരിക്കുന്നത്, ഋതുവിന് കുഞ്ഞിനെ വേണ്ടെങ്കിൽ മോളെ എങ്ങോട്ട് കൊടുത്തേക്കാനായിട്ട് പൊന്നുപോലെ നോക്കിക്കളാന്ന്. അത് കേട്ടപ്പോൾ സേതു ചോദിച്ചു, അല്ല അതിന് ഇന്ദ്രൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അത് ശരിയാ, ഇന്ദ്രൻ ഇപ്പൊ കുഞ്ഞെന്ന് വെച്ചാൽ ജീവനാ. മുമ്പത്തെ പോലെ ഒന്നും അല്ല ഇന്ദ്രന്. മുമ്പത്തെ ഇന്ദ്രന് കുറെ മാറ്റം വന്നിട്ടുണ്ടെന്ന് തോന്നേ. സേതു പറ ശരിയാ, അവന് മെഡിസിനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടല്ലോ. ഒരു പക്ഷെ ഈ കുഞ്ഞായിരിക്കും അതിന് നിമിത്തമായി തീർന്നിരിക്കുന്നത്. ഋതുവിന് കുഞ്ഞിനെ കണ്ണെടുത്താൽ കാണത്തില്ല. പക്ഷെ നേരെ തിരിച്ചല്ലേ ഇന്ദ്രന്. അവൻ അതിനെ പൊന്നുപോലെ നോക്കുന്നേ. അവന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഒരു പക്ഷെ ഇങ്ങനെ നോക്കിയെന്ന് വരത്തില്ല എന്ന് പറഞ്ഞു. ആ കാര്യത്തില് പല്ലവിക്ക് സംശയം ഉണ്ടായിരുന്നില്ല. കാരണം കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് സ്നേഹമാണ്. അത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ സമയത്ത് രാജലക്ഷ്മി എന്ത് ചെയ്തു, ഇന്ദ്രനെ വിളിക്കുകയാണ്. കാരണം കുഞ്ഞിനെ നോക്കാനായിട്ട് അവിടെ ആരുമില്ല. ഇപ്പം ഇന്ദ്രനാണ് കുഞ്ഞിനെ നോക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പല്ലവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ചോദിച്ചു, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചു. അല്ല മോനെ, എന്തിയെ മോൾ എന്തിയെന്ന് ചോദിച്ചു. ഓ മോളോ, മോൾ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അല്ല ഞാനൊരു കാര്യം പറഞ്ഞ നിനക്ക് ബുദ്ധിമുട്ടാവുമെന്ന് ചോദിച്ചു. എന്ത് ബുദ്ധിമുട്ടാ അമ്മ, കാര്യം എന്താ വെച്ചാൽ പറ. അപ്പോഴേക്കും രാജലക്ഷ്മി പറഞ്ഞു, എടാ ഋതുവിന് മോളെ ഇഷ്ടമില്ലല്ലോ, ഒരു കാര്യം ചെയ്യാം, മോളെ ഇങ്ങ് വന്നേരെ, ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാന്ന് പറഞ്ഞു. ഇവിടെ പാറുവിന്റെ കുഞ്ഞ് അബോട്ടായി പോയി. അവൾക്കും ഭയങ്കര വിഷമാണ്. അവളും ഞങ്ങളും എല്ലാരും കൂടെ ചേർന്ന് അവളെ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് ഇന്ദ്രൻ പറഞ്ഞു, മോളെ ഞാൻ തരാനാ. എന്റെ അമ്മേ അത് ഈ ജന്മത്തിലുണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജലക്ഷ്മി പറഞ്ഞു, എടാ നീ അമ്മേ, ഞാൻ കുറെ തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ ആയിരുന്ന സമയത്ത്. കുറെ നാൾ മുമ്പ് അങ്ങനെയായിരുന്നു. എൻ്റെ മോളും ജനിക്കുന്നതിന് മുമ്പ് വരെ കള്ളത്തരങ്ങളും ആ ചതി എന്ന് വേണ്ട സർവ്വ പരിപാടികളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല ഞാൻ. മോളുണ്ടായതിനു ശേഷം ഒരു പക്ഷേങ്കിൽ എന്നെ കുറിച്ച് അറിയാവുന്നവരൊക്കെ പറയായിരിക്കും, ഇന്ദ്രൻ പക്ക ഫ്രോഡാണ്, അവനെ വിശ്വസിക്കരുത്, കാല് വരുന്നവനാ, അവന് മരിച്ചാൽ പോലും ചിലപ്പോൾ അവന് ഗതി കിട്ടില്ല, അതുപോലത്തെ ആത്മാവും കാര്യങ്ങളൊക്കെ അന്ന് പറയുമായിരിക്കും. പക്ഷെ ഉണ്ടല്ലോ, എൻ്റെ മോള് നാളെ വളർന്നു വന്നു കഴിയുമ്പം എന്നെ കുറിച്ച് അങ്ങനെ പറയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? എൻ്റെ മോൾക്ക് ഞാൻ നല്ലൊരു അച്ഛനായിരുന്നു. അവളെ പൊന്നുപോലെ നോക്കുന്ന അച്ഛൻ, അവളെ സ്നേഹിക്കുന്ന ഒരു അച്ഛനായിരുന്നു. എൻ്റെ ഭാര്യ തള്ളിപ്പറഞ്ഞാലും എൻ്റെ അമ്മ തള്ളിപ്പറഞ്ഞാലും ഒരുപക്ഷെ നാളെ എൻ്റെ മോൾ എന്നെ തള്ളി പറയില്ല. ഞാൻ അവൾക്ക് അത്ര സ്നേഹം കൊടുത്ത് അവളെ വളർത്തുന്നതെന്ന് പറഞ്ഞു. ആ സമയത്താണ് ഋതു അങ്ങോട്ടേക്ക് വരുന്നത്. ഋതു കേട്ടു രാജലക്ഷ്മി ഇന്ദ്രനും തമ്മിലുള്ള സംസാരം. രാജലക്ഷ്മി പറഞ്ഞു, എടാ മോനെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ വിഷമം എന്താന്ന്. ഒരു കാര്യം ചെയ്യുക, നീ അവളെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വാ, ഇവിടെ നിന്നോളാൻ പറഞ്ഞു. ഇല്ലമ്മ, ഞാനോ അങ്ങോട്ടേക്കൊന്നും വരുന്നില്ല. ഒരു സമയത്ത് അമ്മ എന്നെ അവിടെ നിന്ന് അടിച്ചിറക്കിയതല്ലേ, എന്താണെങ്കിലും ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. പിന്നെ ഋതു നോക്കുന്നില്ല എന്ന് അമ്മ പറഞ്ഞല്ലോ, ഞാൻ കാരണമാണ് ഋതുവിന് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷെ ഞാൻ നേരാവണ്ണം ജീവിക്കുമായിരുന്നെങ്കിൽ ഋതു കുഞ്ഞിനെ നല്ല പൊന്നുപോലെ നോക്കിയാനും നല്ലൊരു കുടുംബജീവൻ നയിക്കാൻ പറ്റിയാനും. പക്ഷെ ഞാനൊന്നും ചെയ്തില്ല. എന്റെ ഭാഗത്ത് തന്നെയാ തെറ്റ്. പക്ഷെ എനിക്ക് ആ തെറ്റ് തിരുത്തിയേ മതിയാവുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇനി ഒരിടത്തേക്കും ഇല്ല. എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും വിട്ടുതരാനും പോകുന്നില്ല. എന്റെ മോളാ ഇവള്. പ്രസവിച്ച ഋതുവാണെങ്കിലും ഇവൾക്ക് അച്ഛനും അമ്മയായിട്ട് ഇപ്പൊ നിൽക്കുന്ന ആള് ഞാനാ. അതുകൊണ്ട് എന്റെ കുഞ്ഞിനെ ഞാൻ ആർക്കും തരില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു. ആ സമയം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഋതുവിന് ഭയങ്കര വിഷമമായി. അല്ലെങ്കിൽ ഋതുവിന് മെഡിസിനും കാര്യങ്ങളും കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ഋതു പോലും അറിയത്തില്ലാതെ ജ്യൂസിനകത്തൊക്കെ കലക്കിയിട്ടായിരുന്നു അച്ചു കൊടുത്തോണ്ടിരുന്നത്. ഋതുവിന്റെ അസുഖം ഭേദമാണല്ലോ. ഋതുവിന് കുറെ ഹൈപ്പർ ടെൻഷനും കാര്യങ്ങളും മാനസിക ഭ്രാന്തിയൊക്കെ ഉണ്ടായിരുന്നു. ഡെലിവറിയോട് കൂടി ഉണ്ടായതാണത്. കുഞ്ഞിനെ കാണുമ്പോൾ ഒരു ദേഷ്യമായിരുന്നു. പക്ഷെ ഇപ്പൊ പോകെ പോകെ ഇന്ദ്രനോട് കുഞ്ഞിനോടുള്ള സ്നേഹവും കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഋതുവിനൊരു കാര്യം മനസ്സിലായി. തന്റെ മോളാണ് ഇവള്.
ഇന്ദ്രൻ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ തനിക്ക് എന്തുകൊണ്ട് സ്നേഹിച്ചുകൂടാ? താൻ പ്രസവിച്ച മോളല്ലേ. ഒടുവില് ഋതു മുറിയിലേക്ക് കയറി വരുമ്പോഴത്തേനും ഇന്ദ്രൻ എന്താന്ന് ചോദിച്ചു. കാരണം കുഞ്ഞിനെ കിടത്താനുള്ള ബേബി ബാഗിനകത്താണ് ഇന്ദ്രൻ കുഞ്ഞിനെ എപ്പോഴും കിടത്തിയിരിക്കുന്നത്. അതാകുമ്പോഴും തന്റെ ശരീരത്തോടു കൂടി എപ്പോഴും കയ്യിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുമൊന്നും വേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് കുഞ്ഞ് സേഫ്റ്റി ആയിട്ട് ഇന്ദ്രനോട് ചേർന്ന് എപ്പോഴും കിടക്കുകയും ചെയ്യും. ഒടുവില് ഋതു വന്ന് ഇന്ദ്രനെ ഇങ്ങനെ നോക്കി. അപ്പോഴേക്കും ഇന്ദ്രൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അതെ, ഞാൻ മോളെ എന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. ഇന്ദ്രൻ ഒരു അത്ഭുതത്തോടു കൂടി ഋതുവിനെ ഇങ്ങനെ നോക്കുക. കാരണം ഇതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളാണ്. കുഞ്ഞിനെ എടുത്തോട്ടെന്നോ? നീ എന്തിനാ ഇപ്പൊ കുഞ്ഞിനെ എടുക്കണേ? അല്ല, അത് പിന്നെ എനിക്ക് കുഞ്ഞിനെ എടുക്കണമെന്ന് ഒരാഗ്രഹമുണ്ട് ഇന്ദ്ര, പ്ലീസ്. പറ്റില്ല എന്ന് മാത്രം പറയരുത്. എനിക്കൊന്ന് കുഞ്ഞിനെ എടുക്കാൻ തരാമെന്ന് ചോദിച്ചു. ഇന്ദ്രൻ ഇങ്ങനെ നോക്കി. കുഞ്ഞിന്റെ അമ്മയാണ് ചോദിക്കുന്നത്, തന്നോട് കെഞ്ചുന്നത്. അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു, ശരി, ഞാൻ സമ്മതിച്ചേക്കാം. കാരണം എന്താണെന്നറിയാവോ? നിനക്ക് കുഞ്ഞിനെ ഇഷ്ടമാണെന്ന് കരുതിയിട്ട് അങ്ങനെയൊന്നുമില്ല സമ്മതിക്കുന്നേ. നിനക്ക് ദേഷ്യമുണ്ട്, നീ അത് പ്രകടിപ്പിക്കും. സ്നേഹമുണ്ട്, നീ പ്രകടിപ്പിക്കുന്ന ആളാ. ഉള്ളിൽ ദേഷ്യം വെച്ചോണ്ട് എന്തായാലും നീ കുഞ്ഞിനെ എടുക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. ആ ഒരു ഉറപ്പുമ്പോൾ ഞാൻ നിനക്ക് കുഞ്ഞിനെ തരാം. നീ ഇനി കുഞ്ഞിനെ ഉപദ്രവിക്കില്ലാന്നോ അല്ലെങ്കിൽ കുഞ്ഞിനോട് ദേഷ്യം കാണിക്കില്ലാന്നോ എനിക്കിപ്പോൾ ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഋതു ചോദിച്ചു, അതെങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലാവും. ഒന്നുമല്ലെങ്കിലും ഞാൻ കുറെ കാലമായില്ലേ നിന്നെ കാണാനായിട്ട് തുടങ്ങിയിട്ട്. നിനക്ക് ദേഷ്യമാണെങ്കിൽ നീ അപ്പം തന്നെ പ്രകടിപ്പിക്കണ്ടല്ലേ? അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമൊന്നും അല്ലല്ലോ. അപ്പം നിനക്കിപ്പോൾ കുഞ്ഞിനോട് ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ഋതു ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ മേടിക്കുവാണ്. കുഞ്ഞിനെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കൊഞ്ചിക്കുവാണ്. അത് കണ്ട് കഴിഞ്ഞപ്പത്തിനും ഇന്ദ്രന് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോഴേക്കും കുഞ്ഞ് ഇന്ദ്രന്റെ അടുത്തേക്ക് ഇങ്ങനെ ചാഞ്ഞാഞ്ഞു വരുവാണ്. കാരണം ഇന്ദ്രനാണല്ലോ കൂടുതൽ സമയം കുഞ്ഞിനെ കൊഞ്ചിക്കുകയൊക്കെ ചെയ്യുന്നേ. ഒടുവില് ഋതുവിനും ഭയങ്കര സന്തോഷമായിരുന്നു. കുഞ്ഞിനെ എടുത്ത് കൊഞ്ചിക്കുന്ന സമയത്ത് ഇന്ദ്രൻ ഋതുവിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഋതുവിനും ഭയങ്കര സന്തോഷം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒന്നാകുവാണ്. അവരും അവരുടെ കുഞ്ഞും അവരുടെ ഒരു കുഞ്ഞു ലോകവും. ഇത്രയും നാളത്തെ പോലെയല്ല. ഋതുവിനും മനസ്സിലായി ഇന്ദ്രൻ ഇപ്പൊ പഴയ സ്വഭാവമല്ല, പല്ലവിയുടെ പിന്നാലെയല്ല. കുഞ്ഞിനെ സ്നേഹിക്കുന്നുണ്ട്, തന്നെ അവൻ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ മാറിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യത്തിലൊരു തീരുമാനമായി. പക്ഷെ ഈ സമയത്ത് മാധവമേനോന്റെ മരണത്തെക്കുറിച്ച് കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ അഖിലിന്. കാരണം ആ കൊടിയ വിഷമായ ഗുളിക കൊടുത്തത് പ്രതാപനാണ്. അത് അയാൾ ഫോണിൽ കൂടെ പറയുന്ന കേൾക്കുകയും ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പിന്നെ പല സത്യങ്ങളും മറിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേങ്കിൽ മാധവമേനോൻ ഉപയോഗിച്ചിരുന്ന കാർ തുറന്നു നോക്കുകയാണെങ്കിൽ അതിന്റെ ഡിക്കിക്കകത്ത് ഇനിയിപ്പോൾ ആ ഗുളികളും കാര്യങ്ങളും കാണുമോ, അല്ലെങ്കിൽ എന്തേലും പേപ്പേഴ്സ് ഒക്കെ കാണുമോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. പക്ഷെ ആ കാറിന്റെ കീയും കാര്യങ്ങളും കിട്ടണം. അത് കിട്ടിയാൽ മാത്രമേ ആ കാറും തുറന്നു നോക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ കീ കിട്ടണമെങ്കിൽ അത് പൂർണിമയുടെ മുറിയിലായിരിക്കും കാറിന്റെ കീ ഇരിക്കുന്നത്. അതെടുക്കാൻ എന്താ ഒരു മാർഗം എന്നുള്ളായിരുന്നു അഖിലിന്റെ ചിന്ത. ഒടുവിൽ അഖില് പൂർണിമയുടെ മുറിയിൽ ചെന്ന് ആ കാറിന്റെ കീ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. എങ്ങനെയെങ്കിലും ആ കാറ് തുറന്നൊന്ന് പരിശോധിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനകത്ത് ചിലപ്പോൾ കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാലോ. ഇനി അധിക ദിവസം ഇങ്ങനെ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അങ്ങനെ ഒടുവിൽ പൂർണിമയുടെ മുറിയിൽ കയറി അവിടെയൊക്കെ മൊത്തം സെർച്ച് ചെയ്യണം. പക്ഷെ അവിടെയൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ അലമാരിക്കകത്ത് എവിടെയെങ്കിലും ആയിരിക്കും വെച്ചിരിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് അലമാരി തുറന്ന് സെർച്ച് ചെയ്യുവാണ്. അപ്പോഴേക്കും കീ കൈ കിട്ടി. പെട്ടെന്ന് എന്ത് ചെയ്തു, അഖില കീ പോക്കറ്റിലേക്ക് ഇട്ടു. അലമാരി അടിച്ചിട്ട് തിരിയുമ്പോഴത്തേനുമാണ് അങ്ങോട്ടേക്ക് പൂർണിമ വരുന്നേ. പൂർണിമ എന്നിട്ടിച്ചു, എന്താ ഈ മുറിയിൽ എന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ ഞാന് ഒരു നിമിഷം അഖിലും ഞെട്ടിപ്പോയി. പിടിക്കപ്പെട്ടോ എന്നൊരു ചിന്ത. ദൈവമേ, പിടിക്കപ്പെട്ട പണി പാടുമല്ലോ. പെട്ടെന്ന് അഖിൽ പറഞ്ഞു, അതെ ഞാന് മാഡത്തിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. കാണാനോ? അതെ, അവിടെയെങ്കിലും നോക്കിയിട്ട് കണ്ടില്ല. അപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നാന്ന് പറഞ്ഞു. നീ എന്തിനാ എന്നെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പൂർണിമ അവന്റെ അടുത്തേക്ക് എല്ലുവാണ്. അപ്പോഴേക്കും അഖിലോർത്ത് ഇനി എന്ത് കള്ളത്തരാ പറയണ്ടേ, എങ്ങനെ എന്തേലും കള്ളത്തരം പറഞ്ഞ് പിടിച്ചെന്നില്ലേ മതിയാവുള്ളൂ. അങ്ങനെ ഒടുവില് അഖില് കള്ളത്തരമൊക്കെ പറഞ്ഞ് പൂർണിമയുടെ മുന്നിൽ പിടിച്ചിരിക്കുന്നുണ്ട്. പൂർണിമ അത് വിശ്വസിക്കുകയും ചെയ്തു. എന്താണെങ്കിലും കീ കിട്ടിക്കഴിഞ്ഞ സന്തോഷത്തില് അഖില് പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. ഇനി എത്രയും പെട്ടെന്ന് ആ കാറ് തുറന്ന് പരിശോധിക്കണം. അത് മാത്രമായിരുന്നു അവന്റെ ഉള്ളിലെ ഉദ്ദേശം. അതിനകത്തുനിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയാലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.